നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യത്തിൽ ഇന്ന് ഓട്ടപ്രദക്ഷിണത്തിന് നേരത്തെ പദ്ധതിയിട്ടിരുന്നത് മറ്റൊരു വിഷയമായിരുന്നു. ആ വിഷയം നമുക്ക് നാളെയോ മറ്റോ ചെയ്യാം. അതിലും പ്രധാനപ്പെട്ടൊരു വിഷയം ഇന്ന് തത്വമയി ന്യൂസിൻ്റെ മുമ്പിൽ എത്തിയത് കൊണ്ടാണ് ഓട്ടപ്രദക്ഷിണത്തിലെ വിഷയം ഇന്ന് കുരിശ് കൃഷിയിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നത്. കുറച്ചു മുമ്പ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഉത്തരാഖണ്ഡിൽ സപ്തതാൽ 7 തടാകങ്ങളുടെ ഭൂമിയിൽ കുരിശ് കൃഷി വ്യാപകമായി തന്നെ നടക്കുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് മല കയ്യേറി എന്നായിരുന്നു. മല കയ്യേറിയല്ല, അതിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു മല തന്നെ വിലയ്ക്ക് വാങ്ങിയാണ് ഇപ്പോൾ അവിടെ കുരിശ് കൃഷി നടത്തുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ ഒന്ന് കാണുക. അതിൽ ഈ 7 തടാകങ്ങളുടെ പ്രത്യേകത, 7 തടാകങ്ങളിൽ ഗരുഡതാൽ, രാംതാൽ, ലക്ഷ്മൺതാൽ, സീതാതാൽ, ഭരത്താൽ തുടങ്ങിയ ഹൈന്ദവ പുരാണങ്ങളോടും ഇതിഹാസങ്ങളോടും ബന്ധപ്പെട്ട് കിടക്കുന്ന 7 തടാകങ്ങൾ, 7 ശുദ്ധജല തടാകങ്ങൾ, പൂരാത്താൽ എന്ന വലിയ തടാകത്തിൽ നിന്ന് പരസ്പര ബന്ധിതമായി കിടക്കുന്ന 7 ശുദ്ധജല തടാകങ്ങൾക്ക് ചുറ്റുമുള്ള മലകളും പ്രദേശങ്ങളിലും ഇപ്പോൾ പല കെട്ടിടങ്ങളും കുരിശടി പോലുള്ള, നമ്മുടെ നാട്ടിലെ കുരിശടിക്ക് പകരം ഒരു വലിയ രൂപക്കൂടിനകത്തൊരു കുരിശും അത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ജനങ്ങൾ പലരും ഇത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥയിലാണ്. നിയമപാലകർ പോലും പലരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് എത്തുന്നില്ല. പക്ഷേ ഉത്തരാഖണ്ഡിലെ ഈ നൈനിത്താലിന് 20-26 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ തടാകങ്ങളുടെ 7 തടാകങ്ങളുടെ സപ്ത തടാകങ്ങളുടെ ഈ ഭൂമിയിൽ പുരാണ ഇതിഹാസങ്ങൾ ഇഴചേർന്ന് കിടക്കുന്നു എന്നുള്ളതിനും അപ്പുറം ആധുനിക കാലത്ത് ഒരു ദേശാടനക്കിളികളുടെ വലിയൊരു സങ്കേതം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോല പ്രദേശമാണത്. ആ പ്രദേശത്ത് ഒരു മല തന്നെ ഇവർക്ക് വിലയ്ക്ക് വാങ്ങുവാൻ സാധിക്കുമെങ്കിൽ എത്രത്തോളമായിരിക്കണം ഇവരുടെ സ്വാധീനമെന്ന്, ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും സഭകളുടെയും പള്ളികളുടെയും സ്വാധീനമെന്ന് പ്രേക്ഷകരൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഈ സ്വാധീനം വെറുതെ അങ്ങുണ്ടായതല്ല, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. 1936 മുതൽ തന്നെ നൈനിത്താലിൽ ഇവരുടെ ഒരു സാന്നിധ്യമുണ്ട്. നൈനിത്താലിൽ അന്നത്തെ ഇവരുടെ പേര് സത്താൽ ക്രിസ്ത്യൻ ആശ്രം എന്നായിരുന്നു. ആലോചിച്ച് നോക്കുക ആ പേരിൻ്റെ ഒരു പ്രത്യേകത. അവർ ആ പേര് തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെ സത്താൽ ക്രിസ്ത്യൻ ആശ്രമം എന്ന ഒരു സ്ഥാപനം അവിടെ സ്ഥാപിച്ചത് ഡോക്ടർ ഇ സ്റ്റാൻലി ജോൺസ്. അയാൾ തന്നെയാണ്, ആ വിദേശി തന്നെയാണ് അവിടുത്തെ സെൻറ്റ് ജോൺസ് ചർച്ചും ചാപ്പലും സ്ഥാപിച്ചത് 1930-കളിൽ, 30-കളുടെ അവസാനത്തിൽ. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു വികസനം നൈനിത്താലിൽ ഉണ്ടാകുന്നത്. ഈ ഒരു മതപരിവർത്തന മാഫിയയുടെ വികസനം, മാഫിയ എന്ന് തന്നെ വിളിക്കണം. കാരണം ഈ നൈനിത്താൽ പോലുള്ള ഉത്തരാഖണ്ഡിൻ്റെ ആ പ്രദേശങ്ങളിലെല്ലാം ആവാസ വ്യവസ്ഥയിൽ അധിവസിക്കുന്ന ഹിന്ദുക്കൾ, സനാതനധർമ്മത്തിൽപ്പെട്ട സമൂഹം പട്ടികജാതി പട്ടിക വിഭാഗക്കാരാണ്. അതിൽ തന്നെ പട്ടികവർഗം എന്നുള്ളതിനേക്കാൾ ആദിവാസികൾ, വനവാസികളിൽപ്പെടുന്ന ആളുകളാണ്, സമൂഹങ്ങളാണ് അവിടെ അധികവുമുള്ളത്. അവരുടെ ഇടയിലാണ് ഈ മതപരിവർത്തനം ഇവർ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരുന്നത് ഏറെക്കാലമായി. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉത്തരാഖണ്ഡ് സർക്കാർ മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനെ തുടർന്ന് ഇവർ അവരുടെ തന്ത്രങ്ങളൊന്നും മാറ്റുകയാണ് എന്ന് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ദേവഭൂമികളിലെല്ലാം അവരുടേതായിട്ടുള്ള അടയാളങ്ങൾ പതിപ്പിക്കുക എന്നുള്ളൊരു ശീലം ഇവർക്ക് പണ്ടേ ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും അനധികൃത കുടിയേറ്റങ്ങളായിട്ടും കയ്യേറ്റങ്ങളായിട്ടുമായിരിക്കും. ആദ്യത്തെ ഒരു വിവരമനുസരിച്ച് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു നോട്ടക്കുറവ് അത് അനധികൃത കയ്യേറ്റമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിലും അപകടകരമായിട്ടുള്ള രീതിയിൽ ഏതൊക്കെയോ തരത്തിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം, മലകളുടെ ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്തിയാണ് ഇപ്പോൾ അവിടെ കുരിശ് കൃഷി നടക്കുന്നത്. ചിന്തിച്ച് നോക്കുക, എത്ര വ്യാപകമായ, എത്ര വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സ് ആ പ്രദേശത്തേക്ക് കുത്തിയൊഴുക്കിയിട്ടുണ്ടാകും. നൈനിത്താൽ എന്നുള്ളത് മനോഹരമായൊരു ഭൂപ്രദേശമാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് തീർത്ഥാടന ഭൂമികൾ നിരവധിയുള്ള ഉത്തരാഖണ്ഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന ഭൂമികളിലൊന്നായ സപ്ത തടാകങ്ങളുടെ പ്രദേശത്താണ്. അതിന് ചുറ്റുമായിട്ടും അതിനുള്ളിലേക്ക് കടന്നു കയറിയുമാണ് ഈ കയ്യേറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കയ്യേറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം പ്രേക്ഷകർ വ്യക്തമായി ഓർക്കുക. അടിസ്ഥാനപരമായിട്ട് ഈ സെമറ്റിക് മതങ്ങളുടെ എല്ലാം ഈ ഒരു മതപരിവർത്തന സ്വഭാവം, അല്ലെങ്കിൽ അതൊരു മതപരിവർത്തനം ചെയ്ത് മറ്റ് സമൂഹങ്ങളെ തങ്ങളുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു പ്രവർത്തന രീതി അധിനിവേശപരമാണ്. ആ അധിനിവേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്?
അധിനിവേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് സമൂഹത്തെയാണോ അവർ അധിനിവേശം ചെയ്യുന്നത്, ആക്രമിക്കുന്നത്, അത് ആയുധം കൊണ്ടാകാം, ആശയം കൊണ്ടാകാം, തന്ത്രങ്ങൾ കൊണ്ടാകാം, ഏത് തരത്തിലുമാകാം. അത്തരത്തിൽ ഏത് സമൂഹത്തെയാണോ അവർ ആക്രമിക്കുന്നത് ആ സമൂഹത്തിൻ്റെ പൈതൃകത്തെ, ആയുധം കൊണ്ടാണെങ്കിൽ ആ സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കി അവരുടെ പൈതൃകങ്ങളെല്ലാം ഇടിച്ചു നിരത്തി, സംസ്കാരങ്ങളെല്ലാം ഇടിച്ചു നിരത്തി ബലമായി അവരെ മതപരിവർത്തനം ചെയ്യും. ക്രിസ്ത്യൻ മതവും അത് ചെയ്തിട്ടുണ്ട് ഇൻക്വിസിഷൻ്റെയൊക്കെ കാലത്ത്. പോർച്ചുഗീസുകാർ ഗോവയിലൊക്കെ കാട്ടിക്കൂട്ടിയ ഇൻക്വിസിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ജിഹാദികളോട് അടുത്ത ക്രൂരത തന്നെയാണ്. ഒരു ജിഹാദികളോട് മത്സരിച്ച് നിൽക്കാൻ പാകത്തിനുള്ള ക്രൂരതകൾ തന്നെയാണ് അവർ ചെയ്തത്. ജിഹാദികളുടെ കാര്യത്തിൽ അവർ ആയുധം കൊണ്ടുള്ള അധിനിവേശമാണ്. പക്ഷേ ക്രിസ്ത്യൻ മതം കാലാനുസൃതമായി അവരുടെ ഈ ഒരു അധിനിവേശത്തിൻ്റെ രീതികൾ പരിഷ്കരിച്ചിട്ടുണ്ട്. പട്ടിണി പ്രദേശങ്ങളിൽ അരിയും പാൽപ്പൊടിയുമൊക്കെ വിതരണം ചെയ്തിട്ടുള്ള മതപരിവർത്തനം തന്നെ അതൊന്നും സാധ്യമാകാത്തടുത്ത് അവിടെയുള്ള ജനങ്ങളുടെ പ്രാദേശികമായ വിശ്വാസങ്ങളെയും ആത്യന്തികമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലകളെ തന്നെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് തെറ്റാണെന്ന് തെളിയിക്കുകയും അത് മോശമാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള മതപരിവർത്തന ശ്രമങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കാറുണ്ട്. അതിനുവേണ്ടി അവിടെ വലിയ ചാപ്പലുകളും പള്ളികളും ഇത്തരത്തിലുള്ള മലകൾ തന്നെ വിലയ്ക്ക് വാങ്ങുവാൻ പാകത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സ്, അല്ലെങ്കിൽ മലകൾ വിലയ്ക്ക് വാങ്ങി പള്ളികളും കുരിശടിയുമൊക്കെ പണിയുവാൻ തക്ക രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സ് അവർക്ക് വരുന്നത് വിദേശങ്ങളിൽ നിന്നാണ്. ഈ വിഷയത്തെ FCRA എതിർത്ത പാതിരിമാരുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒന്നോർത്ത് നോക്കുക പ്രേക്ഷകർ. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതിൻ്റെ പിൻബലമെന്ത്, അതിൻ്റെ സാമ്പത്തികവും ബൗദ്ധികവുമായ പിൻബലങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്നു, ആ പിൻബലത്തെ തടയുവാനുള്ളൊരു പ്രക്രിയയാണോ FCRA നിയമങ്ങളുടെ ഭേദഗതിയായി BJP സർക്കാർ കൊണ്ടുവരുന്നതെന്നുള്ള ഇവരുടെ ഭയം, ഇതെല്ലാം പ്രേക്ഷകരുടെ മുമ്പിൽ വെളിവായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല എങ്കിൽ കൂടുതൽ ഈ വിഷയത്തിൽ ചർച്ചകളും വിവാദങ്ങളും സംവാദങ്ങളുമായി മുന്നോട്ട് പോകവേ ആ ചിത്രം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. കാരണം വളരെ കാലം 1900 കാര്യം മാത്രമെടുത്താൽ 1936 മുതൽ 2026 വരെയുള്ള കാലഘട്ടം ആലോചിച്ച് നോക്കൂ. ഒരു 100 വർഷത്തെ കാലഘട്ടമാണ്, 100 വർഷത്തോളം വരുന്നൊരു കാലഘട്ടമാണ്. 2036 ആകുമ്പോഴാണ് 100 വർഷമാകുന്നത്. 90 വർഷങ്ങൾ നീളുന്ന ഒരു കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള അധിനിവേശങ്ങൾ, സാംസ്കാരിക അധിനിവേശങ്ങൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ആ പ്രദേശത്ത് നടത്തിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള വളരെ പതിയെ ക്ഷമയോടുകൂടിയുള്ള ഈ ഒരു അധിനിവേശത്തിൽ, ഈ കടന്നുകയറ്റത്തിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ഈ മല തന്നെ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള കുരിശ് കൃഷി. കൃത്യമായിട്ട് ഇതൊരു പുണ്യ തടാകമാണ്, ഈ പരിസരത്തിനെ നിങ്ങൾ അതേ പവിത്രതയോടുകൂടി കൈകാര്യം ചെയ്യണം എന്ന് ബോർഡ് വെച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ ചിത്രം നിങ്ങൾക്ക് കാണാം, ഞാനിതിനോടൊപ്പം കൊടുക്കാം. അതുപോലെ നിരവധി ചിത്രങ്ങളുണ്ട്, വീഡിയോകളും അവിടെ ഉള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം തത്വമൈ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം സമയങ്ങൾ, കാരണം ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഈ ഇതിഹാസങ്ങളും നമ്മുടെ ഹൈന്ദവ ചരിത്ര പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട തടാകങ്ങളുമെല്ലാം ഒരു നിമിഷത്തേക്ക് നമുക്കൊന്ന് മാറ്റിവെക്കാം. ആധുനിക കാലത്ത് ദേശാടന കിളികളുടെ 500ഓളം വിഭാഗങ്ങളിൽപ്പെട്ട ദേശാടന കിളികളുടെ ആവാസഭൂമിയായ, അല്ലെങ്കിൽ ദേശാടന കിളികൾ കാലാകാലങ്ങളിൽ ഋതു മാറുന്നതിനനുസരിച്ച് വന്നെത്തുന്ന പ്രദേശമായ, ഒരു പരിസ്ഥിതി ലോല പ്രദേശമായ ആ പ്രദേശത്ത് ഒരു മല തന്നെ ഇവർക്ക് എങ്ങനെ വിലയ്ക്ക് വാങ്ങുവാൻ സാധിച്ചു? അതിനുള്ള സാമ്പത്തിക സ്രോതസ്സൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇതിനുള്ള അധികാരം, അല്ലെങ്കിൽ ഇതിനുള്ള കടലാസ് പണിയുണ്ടല്ലോ, പേപ്പർ വർക്ക്, ഒരു ആധാരം ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് കൊടുക്കണമല്ലോ, എന്നാലല്ലേ ഇവർക്ക് സ്വന്തമാകുകയുള്ളൂ. അങ്ങനെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈ ആധാരം, ഇതിൻ്റെ പട്ടയം ഇവർക്ക് എങ്ങനെ ലഭിച്ചു? അതിന് സഹായിച്ചിട്ടുള്ള പ്രാദേശികരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഉണ്ടായേക്കാം. ഇതിൻ്റെ ഈ ഒരു ഇഴ നീണ്ടു കിടക്കുന്നത് ഭരണകൂടത്തിൻ്റെ തന്നെ ഉള്ളറകളിലേക്കായിരിക്കാം എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ അപകടം നിറഞ്ഞ ഒന്നാണ്. 7 തടാകങ്ങളുടെ ഭൂമി അപകടത്തിലാണ്. നമ്മുടെ തംബ്നെയിൽ പറഞ്ഞതുപോലെ അവിടെ കുരിശ് കൃഷിയുമായി ആസൂത്രിതമായ പദ്ധതികളോടുകൂടി തന്നെ പാതിരിമാർ ഇറങ്ങിയിട്ടുണ്ട്. വലിയ സാമ്പത്തിക സ്രോതസ് അവരുടെ പിന്നിലുണ്ട് എന്ന് സംശയിക്കണം. ഇപ്പോൾ
ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് പോലുള്ള നേരത്തെയുള്ള വീഡിയോയിലും ഞാനത് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഘങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പണം കുത്തിയൊഴുക്കി മാവോയിസ്റ്റുകളെയും ഭീകരവാദികളെയും നാഗാ ഭീകരവാദികളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനങ്ങൾ ആസാം പോലുള്ള സംസ്ഥാനങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇന്നും ഒരു പട്ടാള വാഹന വ്യൂഹം ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ അവസാനം ലഭിച്ച വിവരമനുസരിച്ച് ഒരു സൈനികൻ വീരമൃത്യു അടയുകയും 4 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഇതിൻ്റെ എല്ലാം സാമ്പത്തിക സ്രോതസ് ഒരുപക്ഷെ ചെന്ന് നിൽക്കുന്നത് ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് പോലുള്ള സംഘടനകളിലായിരിക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രക്രിയകൾക്കുള്ള മുന്നൊരുക്കങ്ങളാണോ നൈനിത്താൽ പോലുള്ള പ്രദേശങ്ങളിൽ ഇവർ നടത്തുന്നത് എന്നുള്ള സംശയവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ ഒരു വിനോദസഞ്ചാര പ്രദേശം എന്നുള്ളതിനും അപ്പുറം ഒരു തീർത്ഥാടകരുടെ പുണ്യഭൂമിയാണ് ഈ 7 തടാകങ്ങളുടെ ഭൂമി. തീർത്ഥാടന കാലം എന്നുള്ളത് പരിമിതമായ കാലത്തേക്ക് അനുവദിക്കപ്പെടുന്നു. കാരണം കാലാവസ്ഥയും എല്ലാം ചേരുമ്പോൾ അവിടേക്ക് സഞ്ചരിച്ചെത്തുക എന്നുള്ളത് വളരെ ദുർഘടമാണ്. വളരെ പ്രയാസം നിറഞ്ഞൊരു യാത്രയാണ് അങ്ങോട്ടേക്കുള്ള തീർത്ഥയാത്ര. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ വളരെയധികം മാസങ്ങൾ, ഏതാണ്ടൊരു 6-7 മാസങ്ങൾ അങ്ങോട്ടേക്ക് അധികം ആൾ സഞ്ചാരമൊന്നുമില്ലാത്ത കാലങ്ങളാണ്. ആ കാലങ്ങളിൽ ഇപ്പോൾ കെട്ടിപ്പൊക്കുന്ന ഈ പള്ളി പോലുള്ള കെട്ടിടമെന്ന് ഞാൻ പറയുന്നത് അങ്ങനെ കെട്ടിപ്പൊക്കിയ കെട്ടിടത്തിൽ കുരിശ് വെച്ചിട്ടില്ലവർ. അതൊരു തന്ത്രമാണ്. കാരണം പെട്ടെന്ന് കണ്ടാൽ പള്ളിയാണെന്ന് ആർക്കും തോന്നരുത്, നിയമപാലകർക്കായാലും സാധാരണക്കാർക്കായാലും. അതിന് വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപരമുണ്ട്. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവരുടെ ഒരു ആധിപത്യം അവിടെ പൂർണ്ണമായും ഉറപ്പിച്ചതിന് ശേഷം ഒരു കുരിശെടുത്ത് സ്ഥാപിക്കാൻ എത്ര നേരം വേണം ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ? അതായിരിക്കണം അവരുടെ ഒരു ചിന്താരീതി. അതുകൊണ്ട് തന്നെ അവിടെ ഈ പള്ളിയൊക്കെ വെച്ചിട്ട് അവർ അവിടുത്തെ വനവാസികളെ മുഴുവൻ മതപരിവർത്തനം ചെയ്ത് ആ പള്ളിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുവാൻ പോവുകയാണോ? അതിനവിടെ സെൻറ്റ് ജോൺസ് ചർച്ചും ചാപ്പലും എല്ലാം ഉണ്ട്. ഈ പള്ളികൾ അല്ലെങ്കിൽ ഈ കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങൾ നാളെ ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുടെ, മാവോയിസ്റ്റ് സംഘടനകളുടെ ഒരു പരിശീലന കേന്ദ്രമോ ആസ്ഥാനമോ ഒക്കെയായി മാറില്ല എന്ന് ആര് കണ്ടു? ഇതിൻ്റെ പിന്നിൽ തിമോത്തി ഇനിഷ്യേറ്റീവ് അല്ല എന്ന് ആര് കണ്ടു? ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നേ മതിയാകുകയുള്ളൂ. തത്വമയി ന്യൂസ് എന്തായാലും ഈ വാർത്തയുടെ പിന്നാലെ തന്നെയുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ വിശദമായിട്ട് തന്നെ ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികൾക്കും കൈമാറുന്നുണ്ട്. അവരും ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് വാർത്തകളായും വിശകലനങ്ങളായും ഓട്ടപ്രദർശനത്തിലെ ഒരു ദിനാന്ത്യത്തിലെ വിശകലനവുമായും നമുക്ക് ഈ വിഷയവുമായി വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കണം. അതുവരെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തീർച്ചയായും ഷെയർ ചെയ്യുക. ഈ വിഷയം പരമാവധി ആളുകളിൽ എത്തിക്കുവാൻ സഹകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.